ഹായ് കുട്ടികളെ, എല്ലാവരും എത്തിയോ? മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ തന്ന പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും ചെയ്തോ? കേട്ടില്ല, എല്ലാരും ചെയ്തോ? ആ, മിടുക്കരാണ് കേട്ടോ. എല്ലാരും മിടുക്കും. ഇനി ആരും ചെയ്യാനില്ലല്ലോ, എല്ലാരും പൂർത്തിയാക്കിയല്ലോ അല്ലേ? ശരി, ഇന്ന് നമ്മള് കണ്ണന്റെ അമ്മ എന്ന പാഠഭാഗത്തേക്ക് കയറുകയാണ്. കണ്ണന്റെ അമ്മ എന്ന് പറയുന്നത് ഒരു കവിതയാണ് കേട്ടോ. ഈ കവിത ആരുടേതാണെന്നറിയാമോ? പ്രശസ്ത കവയത്രി സുഗതകുമാരിയുടെ കവിതയാണ് കണ്ണന്റെ അമ്മ. ഈ കവിത നമുക്ക് കേൾക്കാം. എല്ലാവർക്കും കവിത ഇഷ്ടമാണോ? ആണോ? ഇഷ്ടമല്ലാത്തൊരു ആരെങ്കിലും ഉണ്ടോ? ആ, എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. കവിത കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഈ കവിതയൊന്ന് കേട്ടാലോ? ടീച്ചർ പാടട്ടെ? ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. ഇങ്ങോട്ട് അടുത്തോട്ടിരിക്കണേ. എല്ലാരും ഇച്ചിരി കൂടെ അടുത്തോട്ടിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ശരി. കണ്ണന്റെ അമ്മ. കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, കരിവണ്ടും തുമ്പിയും മൂളുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, മലർച്ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടിട്ടേയില്ല ഞാനെന്നു പേടമ കണ്ണും നീട്ടിത്തിരിയുന്നു. കണ്ണനീ കാട്ടിലേ വന്നില്ല, കൊച്ചു കാളിന്തിയോളങ്ങൾ തുള്ളുന്നു. കഴലു കഴച്ചു വലഞ്ഞപ്പോളമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു. കാടിൻ നീലിച്ച ഹൃത്തിൽ നിന്നപ്പോൾ ഓരോടക്കുഴൽ വിളി പൊങ്ങുന്നു. കമ്പുകരം വിട്ടു വീഴുന്നു, മുഖം പുഞ്ചിരി കൊണ്ടു തിളങ്ങുന്നു. കണ്ണും പൂട്ടി നിന്നമ്മ തൻ കുഞ്ഞിൻ്റെ പൊന്നോടക്കുഴൽ കേൾക്കുന്നു. മക്കളെ, കവിത എല്ലാവർക്കും ഇഷ്ടമായോ? ആ, നല്ല രസമുള്ള കവിതയല്ലേ? കണ്ണന്റെ കവിതയല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കേട്ടില്ല, ഇഷ്ടമായോ? ആ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ? അപ്പോ ടീച്ചർ ഈ കവിത വേറൊരു ഈണത്തിലും കൂടെ പാടിത്തരട്ടെ? പാടണോ? എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണോ? ടീച്ചർ പാടിത്തരട്ടെ? ശരി, ടീച്ചർ മറ്റൊരു ഈണത്തില് ഈ കവിത ഒന്നുകൂടി പാടിത്തരാം. ശ്രദ്ധിച്ചിരിക്കണേ. കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, കരിവണ്ടും തുമ്പിയും മൂളുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, കരിവണ്ടും തുമ്പിയും മൂളുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, മലർച്ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, മലർച്ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടിട്ടേയില്ല ഞാനെന്നു പേടമാൻ കണ്ണും നീട്ടിത്തിരിയുന്നു. കണ്ടിട്ടേയില്ല ഞാനെന്നു പേടമാൻ കണ്ണും നീട്ടിത്തിരിയുന്നു.
കണ്ണനീ കാട്ടിലെ വന്നില്ല, കൊച്ചു കാളിന്തിയോളങ്ങൾ തുള്ളുന്നു. കണ്ണനീ കാട്ടിലെ വന്നില്ല, കൊച്ചു കാളിന്തിയോളങ്ങൾ തുള്ളുന്നു. കഴലുകഴച്ചു വലഞ്ഞപ്പോൾ അമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു. കഴലുകഴച്ചു വലഞ്ഞപ്പോൾ അമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു. കാടിൻ നീലിച്ചഹത്തിൽ നിന്നപ്പോൾ ഒരോടക്കുഴൽ വിളി പൊങ്ങുന്നു. കമ്പുകരം വിട്ടു വീഴുന്നു, മുഖം പുഞ്ചിരി കൊണ്ടു തിളങ്ങുന്നു. കണ്ണും പൂട്ടി നിന്നമ്മ തൻ കുഞ്ഞിൻ്റെ പൊന്നോടക്കുഴൽ കേൾക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ ഈണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ലതല്ലേ? അതുപോലെ നിങ്ങൾക്കും ഒരു ഈണം കണ്ടെത്തി പാട്ട് പാടാൻ കഴിയില്ലേ? നിങ്ങളും സ്വന്തമായിട്ടൊരു ഈണം കണ്ടെത്തി ഈ കവിത ഒന്ന് ചൊല്ലാമോ? പറ്റില്ലേ? എല്ലാവർക്കും പറ്റില്ലേ? അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുന്നേ ഈ കവിതയ്ക്ക് ഒരു ഈണം കണ്ടെത്തി എല്ലാവരും സ്വന്തമായിട്ട് പാടി റെക്കോർഡ് ചെയ്ത് ടീച്ചറിന് ഇട്ട് തരത്തില്ലേ? തരണേ? ശരി, നല്ല കുട്ടികൾ, മിടുക്കരാണ് കേട്ടോ, എല്ലാരും മിടുക്കരാ. ഈ കവിതയിൽ എന്താണ് പറയുന്നത്? ആരെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്? കണ്ണനെ കുറിച്ചും കണ്ണന്റെ അമ്മയെ കുറിച്ചുമാണല്ലേ. എന്താണ് ഇവിടെ പറയുന്നത്? കണ്ണനെ കാണാഞ്ഞ് കണ്ണന്റെ അമ്മ വിഷമിച്ച് കാട്ടിലൂടെ അന്വേഷിച്ച് നടക്കുവാണല്ലേ. തന്റെ മകനെ കാണുന്നില്ല. അമ്മ അന്വേഷിച്ച് എല്ലാവരടുത്തും കണ്ടവരടുത്തെല്ലാം ചോദിക്കുവാണ്, തന്റെ മകൻ എവിടെയെന്ന് എല്ലാവരോടും അന്വേഷിക്കുവാണല്ലേ. കണ്ണന്റെ അമ്മ ആരോടൊക്കെയാണ് മകനെ അന്വേഷിക്കുന്നത്? ആരോടൊക്കെയാണ് മക്കളെ? ഒന്ന് പറഞ്ഞേ. വണ്ടിനോട്, പിന്നെ ആരോടാണ്? തുമ്പിയോട്, പിന്നെ മാനിനോട്, പിന്നെ പൂക്കളോട്, പിന്നെ ആരോടാണ്? കാളിന്തി നദിയോട് അല്ലേ. അപ്പൊ ആരോടൊക്കെയാണ് അമ്മ അന്വേഷിക്കുന്നത്? തന്റെ മകൻ എവിടെയെന്ന് അമ്മ ആരോടൊക്കെയാണ് അന്വേഷിക്കുന്നത്? ഒന്നുകൂടെ പറഞ്ഞേ. വണ്ടിനോട്, തുമ്പിയോട്, മാനിനോട്, പൂക്കളോട്, കാളിന്തി നദിയോട് അല്ലേ. ശരി, അപ്പൊ ആരോടൊക്കെയാണ് കണ്ണനെ അന്വേഷിച്ചത്? വണ്ടിനോട്, തുമ്പിയോട്, കാളിന്തി നദിയോട്, പൂക്കളോട്, പേടമാനോട് അല്ലേ. ഇത്രയും പേരെടുത്താണ് അമ്മ അന്വേഷിക്കുന്നത്. കണ്ണനെ അന്വേഷിച്ച് അമ്മ എല്ലാവരോടും ചോദിക്കുന്നുണ്ടല്ലേ. പക്ഷേ അവരൊക്കെ എന്താ പറയുന്നേ? കണ്ടില്ല, ഞങ്ങൾ കണ്ടില്ല. അപ്പൊ എല്ലാവരും പറയുക, ഞങ്ങൾ ആരും കണ്ണനെ കണ്ടതേയില്ല എന്ന് പറഞ്ഞങ്ങു കള്ളം പറയുവോ അല്ലേ. എന്താ അവരെല്ലാം കള്ളം പറയുന്നേ? എന്താ മക്കളെ അവരെല്ലാം ഇങ്ങനെ കള്ളം പറഞ്ഞു അമ്മയെടുത്ത് കള്ളം പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അവരുടെ എല്ലാം കൂട്ടുകാരനാ കള്ളക്കണ്ണനല്ലേ അല്ലേ. അവർക്കെല്ലാം കണ്ണനെ ഭയങ്കര ഇഷ്ടമാ. അതുകൊണ്ടാണ് അവരാ അങ്ങനെ കള്ളം പറഞ്ഞ അമ്മയെടുത്ത് അല്ലേ. പക്ഷേ അമ്മയ്ക്കോ? അമ്മയാണെങ്കിൽ വിഷമിച്ച്, നമ്മുടെ കവിതയിൽ പറയുന്നില്ലേ, കണ്ണൊക്കെ ചുവന്ന് കരഞ്ഞ് വിഷമിച്ച് അമ്മ ഒരു വടിയുമായിട്ട് നടക്കുക. കണ്ണൻ എന്തോ കുസൃതി ഒപ്പിച്ച് കാട്ടിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം. അങ്ങനെ അന്വേഷിച്ച് അവൻ എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാതെ അമ്മ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക അല്ലേ. ഇങ്ങനെയൊക്കെയുള്ള കുസൃതികൾ നിങ്ങൾ കാണിക്കാറുണ്ടോ? വീട്ടിൽ കാണിക്കാറുണ്ടോ? ഉണ്ടോ? എന്തൊക്കെ കുസൃതികളാ നിങ്ങൾ വീട്ടിലൊക്കെ കാണിക്കുന്നേ? ഒന്ന് പറഞ്ഞേ. ചോറുണ്ണാൻ വിളിക്കുമ്പം അമ്മയെ പറ്റിച്ച് ഓടി വിളിക്കും അല്ലേ. എന്നിട്ട് ചേട്ടനെയും ചേച്ചിയൊക്കെ പറ്റിക്കും, ഓടിപ്പോയി ഒളിച്ചിരുന്ന് പേടിപ്പിക്കും അല്ലേ. അങ്ങനെയൊക്കെ ഒരുപാട് കുസൃതികൾ നിങ്ങളും കാണിക്കാറുണ്ട് അല്ലേ. ഇവിടെ കണ്ണനും അങ്ങനെ ഓരോ കുസൃതി കാണിച്ച് ഒളിച്ചിരിക്കുക. അങ്ങനെ അമ്മ കണ്ണനെ അന്വേഷിച്ച്
തളർന്നു. അവസാനം അമ്മ അങ്ങ് തിരിച്ചു പോകാൻ തുടങ്ങുമായിരുന്നു കേട്ടോ. കണ്ണന്റെ അമ്മ തിരിച്ചു പോകാൻ തുടങ്ങി. ദേ അപ്പോതാ ഒരു കുഴൽനാദം കേൾക്കുന്നു. എന്താ അത്? ആ, കണ്ണന്റെ ഓടക്കുഴൽ വിളി കേൾക്കുക. അത് കേട്ടതും അമ്മയുടെ മുഖം വിടർന്നു. പുഞ്ചിരി കൊണ്ട് അമ്മ സന്തോഷവതിയായില്ലേ? എന്തുകൊണ്ടാ? ആ, മകനോടുള്ള സ്നേഹവും അമ്മയ്ക്കിട അല്ലേ? നിങ്ങളെ എല്ലാ അമ്മമാർക്ക് ഇഷ്ടമല്ലേ? കാണാതായി കഴിഞ്ഞാൽ അമ്മമാര് വിഷമിക്കത്തില്ലേ? അപ്പോ കുഴൽനാദം കേട്ടപ്പോ അമ്മയ്ക്ക് മനസ്സിലായി ആപത്തൊന്നുമില്ലാതെ തന്റെ മകൻ അടുത്തെവിടെയോ കുസൃതി കാണിച്ചിരിപ്പുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അല്ലേ? അങ്ങനെ സന്തോഷം കൊണ്ട് അമ്മയുടെ മുഖം വിടർന്നു. ഇതാണ് നമ്മുടെ ഈ കവിതയിലെ കഥാസാരം. മനസ്സിലായോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കവിത ഇഷ്ടപ്പെട്ടോ? ശരി മക്കളെ, നമ്മള് ഈ കവിതയില് കണ്ണന്റെ കുസൃതിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് കണ്ണന്റെ കുസൃതികൾ? ഒന്ന് പറയാമോ? എല്ലാരും ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറയണേ. ആ, എന്തൊക്കെയാ? വെണ്ണ കട്ട് തിന്നും. പിന്നെയോ? മണ്ണ് വാരി തിന്നും. പിന്നെയോ? ആ, കന്നുകാലികളുടെ എല്ലാം കയറഴിച്ചു വിട്ടുകളയും അല്ലേ? പിന്നെയോ? ഗോപികമാരുടെ ചേല കട്ടുകൊണ്ട് പോവും അല്ലേ? അങ്ങനെ ഒത്തിരി കുസൃതികള് കണ്ണൻ കാണിക്കാറുണ്ട് അല്ലേ? അപ്പൊ മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യുവോ? ഈ കുസൃതികളെല്ലാം, ഈ കണ്ണന്റെ കുസൃതികളെല്ലാം നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒന്ന് കുറിക്കുമല്ലോ അല്ലേ? നോട്ട് ബുക്കിൽ എഴുതുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്ത് ടീച്ചറിന് തരുമല്ലോ. ഇനി നമുക്കൊരു ചിത്രം കണ്ടാലോ? നോക്കിയേ, എല്ലാവരും ഈ ചിത്രത്തിലോട്ടൊന്ന് നോക്കിക്കേ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? എല്ലാവർക്കും ഒന്ന് പറയാമോ? ആരെയൊക്കെയാ ഇതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞേ, ഉറക്കെ പറയണേ, ഒന്ന് പറഞ്ഞേ. ആ, മരമുണ്ട്. പിന്നെ വേറെന്തുണ്ട്? ആ, ഉറക്കെ പറഞ്ഞേ. തത്തയുണ്ട്. പിന്നെ ആ, ചിത്രശലഭമുണ്ട്. പിന്നെയോ? വേറെന്തുണ്ട്? ആ, മാനുണ്ടല്ലേ? മാനുണ്ട്. ആ, പിന്നെന്തുണ്ട്? വണ്ടുണ്ടല്ലേ? വണ്ടുണ്ട് അല്ലേ? പിന്നെ വേറെന്തുണ്ട്? ഉറക്കെ പറഞ്ഞേ. ആ, പൂക്കളുണ്ട്. പിന്നെയോ? പിന്നെന്തുണ്ട്? തുമ്പിയുണ്ട്. ആ, അപ്പൊ ഈ ചിത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങളും ഉള്ളതല്ലേ? എല്ലാവരും കണ്ടല്ലോ? എല്ലാ ചിത്രത്തിലുള്ള ആൾക്കാരെ എല്ലാം കണ്ടല്ലോ? ശരി, ഇനി ടീച്ചർ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ കവിതയിൽ നമ്മൾ കുറച്ചു പേരുടെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? കണ്ണന്റെ അമ്മ കണ്ണനെ അന്വേഷിച്ച് കുറെ ആൾക്കാരെടുത്ത് ചോദിക്കുന്നുണ്ടല്ലേ? അന്വേഷിക്കുന്നില്ലയോ? മകൻ എവിടെയെന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നില്ലയോ? ആരോടൊക്കെയായിരുന്നു അമ്മ അന്വേഷിച്ചേ? അവരൊക്കെ ഈ ചിത്രത്തിലുണ്ട്. അപ്പൊ ആരൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞേ. അമ്മ അന്വേഷിച്ച ആൾക്കാരൊക്കെ ഈ ചിത്രത്തിലുണ്ട്. ആരോടൊക്കെയാണ് അമ്മ അന്വേഷിച്ചത് ഒന്ന് പറയാവോ? ആ, പൂവിനോട് അല്ലേ? പൂക്കളോട് അന്വേഷിച്ചിരുന്നു അല്ലേ? പിന്നെയോ? ആ, വണ്ടിനോട് അന്വേഷിച്ചിരുന്നു. കരിവണ്ടിനോട് അന്വേഷിച്ചിരുന്നു. പിന്നെയോ? മാനിനോട് അന്വേഷിച്ചിരുന്നു അല്ലേ? പിന്നെയോ? ആ, തുമ്പിയോട് അന്വേഷിച്ചിരുന്നു. അപ്പൊ ഇവരെല്ലാവരും ഈ ചിത്രത്തിനകത്തുണ്ടല്ലോ ഇല്ലേ? ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് എഴുതാമല്ലോ. കണ്ണന്റെ അമ്മ അന്വേഷിച്ച ആരെയൊക്കെയാണെന്ന് ബുക്കിൽ എഴുതിക്കൂടായോ? എഴുതിയിട്ട് ടീച്ചറിന് ഇട്ട് തരുമല്ലോ. പറയുകയും വേണം കേട്ടോ, പറയുകയും ചെയ്യണം. ശരി, അങ്ങനെയെങ്കില് ടീച്ചർ വേറൊരു കാര്യം കാണിച്ചു തരട്ടെ. ഇത് നോക്കിക്കേ, പേര് നൽകാം. ആദ്യത്തെ പടം ആരുടേതാ? എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ,
ആരുടെ പടവാ? ആ, തുമ്പിയുടെ പടവാ അല്ലേ? അടുത്തതാരാ? ആ, മാൻ. അടുത്തതോ? പൂവ്. അടുത്തതോ? വണ്ട് അല്ലേ? അപ്പോ നോക്കിക്കേ, ഈ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ അറിയാവല്ലോ. ഇതുപോലെ നിറം കൊടുത്ത് പേര് നൽകാമല്ലോ. എല്ലാവർക്കും ചെയ്തൂടെ? എല്ലാവരും ചെയ്യുമല്ലോ ഇല്ലേ? നോക്കിക്കേ മക്കളെ, നോക്കിയേ, വരച്ച് നമുക്ക് യോജിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പൊ ആദ്യം നമ്മൾ കാണുന്ന പടം ഏതാ? ഏതാ? പൂവിന്റെ പടവാ അല്ലേ? പൂവ്. എവിടാ പൂവെന്ന് എഴുതിയിരിക്കുന്നേ? കണ്ടോ? എവിടാ എഴുതിയിരിക്കുന്നേ? പൂവ്. അപ്പോ ആ പൂവിന്റെ പടവും ഈ എഴുതിയിരിക്കും കൂടെ തമ്മിൽ യോജിപ്പിക്കുമല്ലോ. അതുപോലെ അടുത്തത് ആരുടെ പടവാ? മാൻ. മാൻ എവിടാ എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ, യോജിപ്പിക്കാമല്ലോ. അടുത്തത് നോക്കിക്കേ, തുമ്പി. തുമ്പി എവിടാ എഴുതിയിരിക്കുന്നേ? കണ്ടല്ലോ, ചെയ്യാമല്ലോ. അടുത്തത് വണ്ട്. വണ്ട് യോജിപ്പിക്കാമല്ലോ. അപ്പോ ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. എല്ലാവരും ചെയ്യുമല്ലോ. പടം വരയ്ക്കാൻ കഴിവുള്ളവര് പടം വരച്ച് നിറം കൊടുക്കുകയും ചെയ്യാം, പേര് അറേഞ്ച് ചെയ്ത് യോജിപ്പിക്കുകയും ചെയ്യാം. ചെയ്യാമല്ലോ. നല്ലൊരു പ്രവർത്തനമല്ലേ? എല്ലാരും ചെയ്യണേ. ഇനി അടുത്ത ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാല് മാറ്റി എഴുതാം. എന്താണ്? മാറ്റി എഴുതാം. നോക്കിയേ, കണ്ടോ കണ്ണനെ. അത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? കണ്ണനെ കണ്ടോ. കണ്ടോ കണ്ണനെ. എങ്ങനെയാ നമ്മൾ മാറ്റി എഴുതുന്നത്? കണ്ണനെ കണ്ടോ. അടുത്തത് കണ്ടില്ല ഞങ്ങൾ. എങ്ങനെ മാറ്റി എഴുതാം? ഞങ്ങൾ കണ്ടില്ല. കണ്ടില്ല ഞങ്ങൾ. എങ്ങനെ മാറ്റി എഴുതാം? ഞങ്ങൾ കണ്ടില്ല. അടുത്തത് എന്തുവാ? കണ്ണും പൂട്ടി നിന്നമ്മ. കണ്ണും പൂട്ടി നിന്നമ്മ. എങ്ങനെ മാറ്റി എഴുതാം? അമ്മ കണ്ണും പൂട്ടി നിന്നു. അമ്മ കണ്ണും പൂട്ടി നിന്നു. അടുത്തത് വലഞ്ഞപ്പോൾ അമ്മ. അമ്മ വലഞ്ഞപ്പോൾ. എന്താണ്? വലഞ്ഞപ്പോൾ അമ്മ. എങ്ങനെ മാറ്റി എഴുതാം? അമ്മ വലഞ്ഞപ്പോൾ. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? അപ്പോ ഇനി ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. എഴുതിക്കൂടായോ? എഴുതിക്കൂടായോ? എഴുതാമല്ലോ. അപ്പൊ ടീച്ചർ ഈ മാറ്റി എഴുതാമെന്നുള്ളൊരു പ്രവർത്തനം തരും. അത് നിങ്ങള് എല്ലാവരും ശ്രദ്ധിച്ച് എഴുതി ടീച്ചറിന് തരുമല്ലോ. റെക്കോർഡ് ചെയ്യാനുള്ളവര് പറഞ്ഞു വേണമെങ്കിലും റെക്കോർഡ് ചെയ്ത് ടീച്ചറിന് തരുമല്ലോ. ശരി, ഇനി നമുക്ക് ഒരു പ്രവർത്തനം കൂടിയുണ്ട്. എന്താണ്? ഒറ്റപ്പദമാക്കാം. ഒറ്റപ്പദമാക്കാം. ശ്രദ്ധിച്ചേ. കാളിന്തിയിലെ ഓളങ്ങൾ. എങ്ങനെയാ നമ്മളത് ഒറ്റപ്പദമാക്കുന്നേ? കാളിന്തിയിലെ ഓളങ്ങൾ എങ്ങനെ ഒറ്റപ്പദമാക്കാം അറിയോ? പറയാമോ? എന്താണ്? കാളിന്തിയോളങ്ങൾ അല്ലേ? ആ, കാളിന്തിയിലെ ഓളങ്ങൾ, കാളിന്തിയോളങ്ങൾ. ഇനി അടുത്തത് നോക്കിക്കേ, മലരിന്റെ ചെണ്ടുകൾ. എങ്ങനെ മാറ്റാം? എങ്ങനെ നമുക്കത് ഒറ്റപ്പദമാക്കി പറയാം? മലരിന്റെ ചെണ്ടുകൾ. എങ്ങനെ നമുക്ക് ഒറ്റപ്പദമാക്കാം? മലർ ചെണ്ടുകൾ. മലർ ചെണ്ടുകൾ. കണ്ടോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ചെയ്തുകൂടായോ? ഇത് ഒറ്റപ്പദമാക്കാൻ തരുന്ന പ്രവർത്തനം ചെയ്യാമല്ലോ. ചെയ്തുകൂടായോ? അപ്പൊ അതും എല്ലാവരും എഴുതണം. എഴുതി ടീച്ചറിന് തരുമല്ലോ. അല്ലെങ്കിൽ പറഞ്ഞായാലും ടീച്ചറിന് തരുമല്ലോ. എല്ലാവരും ചെയ്യണേ. പ്രിയമുള്ള രക്ഷിതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് വർക്ക്ഷീറ്റുകൾ നൽകിയിട്ടുണ്ട്. അതായത് ഈണം കണ്ടെത്തി
കവിത ആലപിക്കുവാനും അതുപോലെ കണ്ണന്റെ കുസൃതികളെ കുറിച്ച് എഴുതുവാനും പേര് നൽകുവാന്, ജീവികളുടെയൊക്കെ പേര് നൽകുവാന്, അതുപോലെ വരച്ച് യോജിപ്പിക്കുവാന്, മാറ്റി എഴുതുവാന്, ഒറ്റപ്പദമാക്കുവാന്, അങ്ങനെ കുറച്ചേറെ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് രക്ഷിതാക്കളുടെ സഹായം ഉണ്ടാകുമല്ലോ. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.